ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സാലഡ് ബ്രെഡ് റോളാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് വളരെ ചെറുതായിട്ട് അരിഞ്ഞ ചിക്കനാണ്. ആ ചിക്കൻ കുക്ക് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ഉപ്പും ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ജസ്റ്റ് കുക്ക് ചെയ്തെടുത്താണ്. ഒരു പാനിനകത്തിട്ട് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുത്താണ്. അങ്ങനെയാണ് ഈ ചിക്കൻ ഉണ്ടാക്കിയേക്കുന്നത്. അത് കുക്ക് ചെയ്ത് തണുത്തതിന് ശേഷം എടുത്ത് ചെറുതായി കട്ട് ചെയ്താണ് ഈ ചിക്കൻ സാലഡിന് ഉപയോഗിക്കുന്നത്. മുട്ട ഒരെണ്ണം പുഴുങ്ങിയത് ചെറുതായിട്ട് കട്ട് ചെയ്താണിത്. 1/4 കപ്പ് ഉള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ സെലറി ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ലൈം ജ്യൂസ്, 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മയോണൈസ്, 9 സ്ലൈസ് ബ്രെഡ്, 1/2 കപ്പ് ബ്രെഡ് ക്രംസ്. ഇത് വറക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള എണ്ണ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ചിക്കനും മുട്ടയും ഉള്ളിയും സെലറിയും കുരുമുളക് പൊടിയും ലൈം ജ്യൂസും ഉപ്പും മയോണൈസും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്തുടനെ ഉപ്പിട്ട് കൊടുത്ത് അതുകൊണ്ട് അധികം ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ബ്രെഡ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ 4 വശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. US-ലുള്ളവരാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവരോടായിട്ട് പ്രത്യേകം പറയാനായിട്ട്, ഞാൻ ഒരുപാട് ബ്രാൻഡ് ഞാൻ വൈറ്റ് ബ്രെഡ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ആർണോൾഡ്സിൻ്റെ വൈറ്റ് ബ്രെഡാണ് ഇതിന് എനിക്ക് വർക്ക് ചെയ്തതായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. അതുപോലെ തന്നെ കൈ ഇങ്ങനെ രണ്ടും ഇങ്ങനെ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഒന്ന് ആക്കി കൊടുത്താൽ മതി. ബ്രെഡിൽ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യരുത് ബ്രെഡ്. അത് അറ്റ്ലീസ്റ്റ് ഇവിടെ ഉള്ള ബ്രെഡുകൾ വർക്ക് ചെയ്യത്തില്ല അങ്ങനെ ചെയ്താൽ. എന്നിട്ട് കൈ ഇങ്ങനെ രണ്ടും മുക്കിയിട്ട് ഇങ്ങനെ ബ്രെഡിൽ വെള്ളമാക്കിയിട്ട് അതിനകത്തോട്ട് 1 സ്പൂൺ നിറയെ ചിക്കൻ സാലഡ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ബോൾ കണക്ക് പിടിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നല്ല ടൈറ്റായിട്ട് ബോൾ കണക്ക് പിടിച്ചിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് മാറ്റി വെക്കാം. നമുക്ക് എല്ലാം ഇതുപോലെ ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയാൽ മതി, ഒന്നിച്ച് എല്ലാ ബ്രെഡും കൂടെ ചെയ്തിട്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ചിക്കൻ ഞാൻ ഒരു പീസ് ചിക്കൻ ബ്രസ്റ്റേ എടുത്തിട്ടുള്ളൂ ഇത്ര 9 ബ്രെഡ് റോൾ ഉണ്ടാക്കാനായിട്ട്. അതിനകത്ത് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകിയിട്ട് വെള്ളം ഒന്നും ഒഴിക്കാതെ ജസ്റ്റ് ചിക്കൻ ബ്രസ്റ്റിനകത്തോട്ട് ഇച്ചിരി ഉപ്പും ഒരിത്തിരി കുരുമുളക് പൊടി, പ്രോബബ്ലി ലൈക്ക് 1/4 ടീസ്പൂൺ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരിക്കത്തുള്ളൂ, ഇട്ടിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തതാണിത്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഉപയോഗിച്ചാണ് ചിക്കൻ സാലഡ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് ഞാൻ 9 ബോൾസ് പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസും ടേൺ ഓൺ ചെയ്യണം. ഇനിയും വരുന്ന വീഡിയോസൊന്നും അപ്പോൾ മിസ് ചെയ്യില്ല. ഇത് മീഡിയം ഹീറ്റിൽ എണ്ണ ചൂടായി കിടന്നതാണ്. അപ്പോൾ ഓരോ ബോളും എണ്ണയിലോട്ട് ഇട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ മൂപ്പിച്ചെടുക്കാം. ഇത് ജസ്റ്റ് ചിക്കൻ്റെ ഒക്കെ കുക്ക് ചെയ്ത കാരണം വലിയ അധികം നേരത്തെ പണിയൊന്നുമില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അതുപോലെ തന്നെ ചിക്കൻ സാലഡിന് പ്രത്യേകിച്ച് എരിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത കാരണം പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഒരെണ്ണം ഉണ്ടാക്കിയെടുത്ത് ഭയങ്കര പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഒരു മാക്സിമം ഒരു 1/2 hourൻ്റെ പണിയേ ഉള്ളൂ, ഇൻക്ലൂഡിങ് ചിക്കൻ കുക്ക് ചെയ്യുന്ന സഹിതം. ഇതൊരു 10 ബ്രെഡ് റോളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത് കട്ട്ലറ്റിൻ്റെ ഒരു ഷേപ്പല്ല, മോർ ലൈക്ക് ഒരു മുട്ടയുടെ ഷേപ്പാണേ.
9 ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം.